ഡോക്ടർ ബെന്നറ്റ് എന്ന് പറഞ്ഞ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ ബെന്നറ്റിൻ്റെ ഒരു മെൻ്റലിസം, മൈൻഡ് റീഡിങ് പ്രമേയമാക്കിയ ഒരു ചലച്ചിത്രം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയും കണ്ടന്റ് ആദ്യമായിട്ടാണ്. ഒരു മൈൻഡ് റീഡിങ്, മെൻ്റലിസം ഇപ്പം നമ്മൾ എല്ലായിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മെൻ്റലിസം. അപ്പോൾ ഒരു മെൻ്റലിസ്റ്റിൻ്റെ ഇതിലൂടെ ഒരു മൈൻഡ് റീഡിങ് കഥാപാത്രമാക്കിക്കൊണ്ട് അതിനെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു മർഡർ നടക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്തുള്ള വിഷയങ്ങൾ. അതെങ്ങനെയാകുന്നു, എങ്ങനെ മർഡർ സംഭവിക്കുന്നു, എന്താണ് അതിന് പിന്നിലുള്ള വികാരം, ചേതോവികാരം ഒക്കെ പ്രകടമാക്കുന്ന ഒരു ചിത്രമാണ് ഡോക്ടർ ബെന്നറ്റ്. പുതുമുഖ നടൻ ജിൻസ്റ്റോയാണ് ബെന്നറ്റായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ കോട്ടയം നസീർ, ഷാജു ശ്രീധർ, ജയകൃഷ്ണൻ, അങ്ങനെ ഒരുപിടി താരങ്ങളുണ്ട്. ഐഷ സീനത്ത് എന്ന പറഞ്ഞ തെലുങ്ക് ആർട്ടിസ്റ്റാണ് ഹീറോയിൻ. ഡയറക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി കോമഡി ഷോയിലൂടെ പ്രശസ്തനായ മധു കലാഭവനാണ് സ്ക്രിപ്റ്റ് രചിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ നല്ല ഹൃദ്യമായ പാട്ടുകളാണ്. എനിക്ക് നിങ്ങൾക്ക് അത് തോന്നുന്നു അല്ലേ? പാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. തികച്ചൊരു പുതുമയുള്ളൊരു പ്രമേയം, നമുക്കൊരു ഫ്രഷ് ഫീൽ നൽകുന്നൊരു പടമാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട് ഡോക്ടർ ബെന്നറ്റ്. എല്ലാവരും കാണുവാൻ ശ്രമിക്കുക. നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. കൊള്ളാം, നല്ലൊരു സിനിമ. നമ്മൾ ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നതാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആള് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഓരോ ക്യാരക്ടേഴ്സും പിന്നെ നമ്മൾ ലൈഫിൽ നിരന്തരം കണ്ടുവരുന്ന, നമ്മൾ എവിടെയൊക്കെ കണ്ടു മറന്ന മുഖങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ അത്യാവശ്യം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്.